കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കുകയാണ് ഒരു കുട്ടിയുടെ, ഒരു ചെറുപ്പക്കാരൻ്റെ. ഒരു ന്യായീകരണവും ഇല്ലാത്ത, അറ്റ്ലീസ്റ്റ് ഒരു കാൻഡിഡേറ്റിൻ്റെ വീട്ടിൽ ഇവരുടെ അക്രമത്തെ ഭയന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ രക്ഷാർത്ഥം ഓടിച്ചെന്ന് ആ വാതിൽ തുറന്ന് അകത്ത് കയറുമെന്ന് പേടിച്ചിട്ട് അതിൻ്റെ മുമ്പ് വലിയ കല്ലെടുത്തെറിഞ്ഞിട്ട് ആ കുട്ടിയുടെ കണ്ണിന് പരിക്ക് പറ്റി കോയമ്പത്തൂർ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. അതിന് മുമ്പ് ഇവരുടെ വാഹനം CPM പ്രവർത്തകർ തല്ലി തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഗ്ലാസ്സൊക്കെ തല്ലി പൊളിച്ചു. ഇപ്പം BJP പ്രവർത്തകർ പിന്നെ അക്രമം നടത്തി കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരാജയത്തെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്താണെങ്കിലും കേരളത്തിൽ UDFന് അനുകൂലമായൊരു ജനവിധി ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായിരിക്കും. ന്യായീകരിക്കാൻ കഴിയാത്ത അതിക്രമങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നത്. ജനങ്ങളുടെ മുമ്പിൽ പാടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അവർക്ക് വോട്ടിനെ അധികം ഫെച്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതിൻ്റെയും ഫ്രസ്ട്രേഷൻ അക്രമത്തിലൂടെ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ തീർക്കുകയാണ്. പോലീസാണെങ്കിൽ ഇത്തരം കേസുകളിൽ ഇപ്പം പേരാമ്പ്ര ഇഷ്യൂ വരെ നിങ്ങൾക്കറിയാം, എന്ത് അതിക്രമം നടത്തിയാലും അതിനെ സംരക്ഷിക്കാൻ പോലീസോ അതിൻ്റെ തലപ്പത്ത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. അത്തരം ആളുകൾക്കാണ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നത്, അവർക്കാണ് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത്. ജനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാനും വോട്ട് തേടാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നുള്ള ഈ കാലത്ത് പിന്നെയും പറയേണ്ടി വരും. ഇവിടെ SIR ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് അക്രമത്തിലൂടെ ഇപ്പോഴും ഈ ശിലായുഗത്തിലാണ് ഇവർ ഇപ്പോഴും അക്രമത്തിലൂടെ ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ പോലീസ് എടുക്കണം. 1 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേൽക്കുന്ന ക്രൂരത നടത്തിയവരാരോ അവരെ അതിശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പോലീസിന് സ്റ്റാൻഡ് പാലക്കാട്ടെ പാർട്ടി ആലോചിച്ച് തുടർ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരിക്കും. നഗരഭരണം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കും മടുത്തിരിക്കുകയാണ്. നഗരത്തിലെ BJP ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് പോലും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, അവരുടെ അകത്തെ തർക്കങ്ങൾ അത് ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയി. ഒരു പാർട്ടിക്കകത്ത് ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഭരണത്തെ ബാധിക്കുന്ന തലത്തിലേക്ക്, ചെയർപേഴ്സൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായ അനിശ്ചിതാവസ്ഥയൊക്കെ ആളുകൾക്ക് അറിയാം. അപ്പം ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്ന കാരണങ്ങൾ എന്തൊക്കെയോ അതേ കാരണങ്ങളെല്ലാം ഇപ്പോഴും തുടരുകയാണ്. അതേ അവസ്ഥ ഇപ്പോഴും പാലക്കാട് തുടരുകയാണ്. ആ അവസ്ഥക്ക് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനത തീർച്ചയായിട്ടും പാലക്കാട് UDFന് അനുകൂലമായി വിധി എഴുതുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.